ഇത്യോപ്യയിൽ ആദ്യമായി മാരക മാർബർഗ് വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചു. 9 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം റുവാണ്ടയിലും മാർബർഗ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യ മാരക വൈറസ് ഭീഷണിയിൽ. രാജ്യത്ത് ആശങ്കയായി മാർബർഗ് വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എത്യോപ്യയിൽ ആദ്യമായാണ് ഈ വൈറസ് സ്ഥിരീകരിക്കുന്നത്. 9 പേർക്കാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തെക്കൻ സുഡാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയിലാണ് പ്രധാനമായും രോഗബാധ കണ്ടെത്തിയത്. വൈറൽ ഹെമറേജിക് പനി പോലുള്ള രോഗലക്ഷണങ്ങളോടെ നിരവധി പേർ ചികിത്സ തേടിയതിനെ തുടർന്നാണ് വിദഗ്ധർ പരിശോധനകൾ ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ആശങ്കയായി റുവാണ്ടയിലും മാർബർഗ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. അതീവ ജാഗ്രത വേണമെന്ന ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നേരത്തെ പൊട്ടിപ്പുറപ്പെട്ട വൈറസിന്റെ അതേ വകഭേദം തന്നെയാണ് ഇപ്പോൾ എത്യോപ്യയിലും സ്ഥിരീകരിച്ചതെന്നാണ് ലോകാരോഗ്യ സംഘടനയും അറിയിച്ചിരിക്കുന്നത്. 25% മുതൽ 88% വരെ മരണനിരക്കുള്ള ഈ വൈറസ് ബാധയ്ക്ക് പിന്നിൽ പ്രത്യേക ചികിത്സയോ വാക്സിനുകളോ ഇല്ല എന്നതാണ് കൂടുതൽ ആശങ്ക ആരോഗ്യവകുപ്പിന് സൃഷ്ടിക്കുന്നത്. കടുത്ത പനി, തലവേദന, പേശിവേദന തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. അസുഖം രൂക്ഷമാകുന്നതോടെ വയറിളക്കം, ഛർദി, രക്തസ്രാവം തുടങ്ങിയവയെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. 21 ദിവസമാണ് വൈറസിന്റെ ഇൻക്യുബേഷൻ സമയമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. ശരീരസ്രവങ്ങളിലൂടെയാണ് വൈറസ് പകരുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പ്രത്യേക സംഘത്തെയും ലോകാരോഗ്യ സംഘടന എത്യോപ്യയിൽ നിയോഗിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകമായും ഇത് പകരുന്നത് വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗബാധിതരുമായി അടുത്ത് ഇടപഴകുന്നതിലൂടെ ശരീരദ്രവങ്ങളിലൂടെയാണ് പകരുന്നത്. രോഗാണുക്കളുള്ള പ്രതലങ്ങളിലൂടെയും ഇത് പകരാൻ സാധ്യത കൂടുതലാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.